ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നവഗ്രഹ പ്രീതി വരുത്തേണ്ടത് എന്തിന്, എപ്പോൾ? എന്താണ് നവഗ്രഹങ്ങൾ? നവഗ്രഹങ്ങൾ നമ്മളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ഗ്രഹദോഷ പരിഹാരത്തിന്റെ പ്രതീകമായിട്ട് നവഗ്രഹങ്ങളെ നമ്മൾ പൂജിക്കപ്പെടുന്നു. നവഗ്രഹങ്ങളെ പൂജിക്കുന്നത് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ഗ്രഹദോഷങ്ങൾ അകലുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം. നവഗ്രഹങ്ങൾ അനുസ്യൂതം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. 9 ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്കൂളിലൊക്കെ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യന് ചിലപ്പോൾ ഗുണവും മറ്റു ചിലപ്പോൾ ദോഷവും സംഭവിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ വരുന്ന വ്യാഴമാറ്റം, കഴിഞ്ഞുപോയ വ്യാഴമാറ്റം, വരാൻ പോകുന്ന വ്യാഴമാറ്റം, ഗുരുശുക്രബന്ധം, കുജ ശുക്രബന്ധം, ഇങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളുടെ ആധിക്യങ്ങളും ഗ്രഹങ്ങളുടെ ബന്ധങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഈ ഗ്രഹങ്ങള് ചിലത് ഗുണവും ചിലത് ദോഷങ്ങളും നമുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന് ചിലപ്പോൾ ഗുണവും ചിലപ്പോൾ ദോഷങ്ങളുമാണ് സംഭവിക്കുന്നത്. ദോഷം സംഭവിക്കുമ്പോൾ ഗ്രഹദോഷം എന്ന് നമ്മൾ വിളിക്കുന്നു. ദോഷം സംഭവിക്കുമ്പോൾ ആ ഗ്രഹം നമുക്ക് ദോഷത്തിലാണ് എന്ന് നമ്മൾ പറയും. ഗ്രഹദോഷം എന്ന് വിളിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? പരിഹാരമായിട്ട് നവഗ്രഹങ്ങൾക്ക് പരിഹാരമായിട്ട് പൂജയോ വഴിപാടുകളോ, ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ എന്താണോ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സമയത്ത് അവരവരുടെ ഗ്രഹത്തെയാണ് നമ്മൾ പൂജിക്കേണ്ടതെങ്കിലും പൊതുവെ 9 ഗ്രഹങ്ങളെയും ദേവന്മാരായി കണ്ട് പൂജിക്കുകയാണ് സാധാരണ ചെയ്യാറ്. അതാണ് പതിവ്. ആദിത്യൻ, ചന്ദ്രൻ, കുജൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവയാണ് നമ്മുടെ നവഗ്രഹങ്ങള്. ഇവരെയാണ് നമ്മൾ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് പൂജിക്കുന്നത്. ജാതകവശാൽ ആയുർബലം, ആയുസ്സിന് ബലം പോരാത്തവർക്കും രോഗം, മരണം എന്നിവ അനുഭവിക്കേണ്ടി വരുന്ന കാലങ്ങളിലും നവഗ്രഹ പ്രീതിക്ക് വേണ്ടി ഗ്രഹശാന്തി അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. നവഗ്രഹങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഹോമവും പൂജയും, നവഗ്രഹ ഹോമം, പൂജയും ബലിയും കൂടിയ ഒരു ക്രിയയാണ് ഗ്രഹശാന്തി. അതുകൊണ്ട് തന്നെ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഓരോ ഗ്രഹത്തിനുണ്ടാകുന്ന ദോഷങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ പ്രീതിയും കൂടി നമ്മളിലേക്ക് കിട്ടുന്നു. ഇപ്പൊ ശനി ഗ്രഹം പഴച്ചു നിൽക്കുകയാണ്, കുജൻ പഴച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നവഗ്രഹ പ്രീതി ചെയ്യുമ്പോൾ നമുക്ക് വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യും. അപ്പൊ ആ ദോഷം, ഒരു ഗ്രഹത്തിന്റെ ദോഷവും മാറും, നമ്മളോട് അനുകൂലമായി നിൽക്കുന്ന ഗ്രഹത്തിന്റെ ഗുണവും നമുക്ക് കിട്ടും. അപ്പൊ നവഗ്രഹ പ്രീതി വരുത്തുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഗുണങ്ങൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്.